ഈ സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സിനെ സംബന്ധിക്കുന്ന ഒരു തിയറവും അതിൻ്റെ പ്രൂഫുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഐ ആം മൂവിങ് ഓൺ ടു ദ തിയറം. The theorem says that the subset of any finite set is finite. So if T is a subset of S, then the first statement of the theorem says that if S is finite, then T is finite. So subset of a finite set is finite. And the second theorem, second part says that if T is infinite, then S is infinite. Okay. So, superset of an infinite set is superset. Subset of a finite set is finite. These are the statements in this theorem. നിങ്ങൾ മാത്തമാറ്റിക്കൽ ലോജിക് എന്നുള്ള പ്രോബ്ലം മാത്തമാറ്റിക്കൽ ലോജിക് എന്നുള്ള ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ. സോ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ കോൺട്രാപോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. പി ഇംപ്ലൈസ് ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? പി ശരിയാണെങ്കിൽ ക്യൂ ശരിയാണ്. കോൺട്രാപോസിറ്റീവ് പറയുന്നത് ക്യൂ തെറ്റാണെങ്കിൽ പിയും തെറ്റാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഈക്വാലൻ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പ്രൂവ് ചെയ്യാം. ബോത്ത് ആർ ഈക്വാലൻ്റ്. അപ്പോൾ ഇനി ഞാനിവിടെ പി ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. എസ് ഇസ് ഫൈനൈറ്റ്. പി ഇസ് എസ് ഇസ് ഫൈനൈറ്റ് ആൻഡ് ക്യൂ ഇസ് ടി ഈസ് ഫൈനൈറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ് പറയുന്നത്? പി ഇംപ്ലൈസ് ക്യൂ. കാരണം ഇഫ് S is finite, then T is finite. So P implies Q. This is statement A. ഇനി നമുക്ക് ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്താണെന്ന് ആലോചിച്ച് നോക്കാം. വാട്ട് ഇസ് നെഗേഷൻ Q? T is not finite. T is not finite means T is infinite. Similarly, negation P means S is not finite. That means S is infinite. So, contrapositive of P implies Q is if T is infinite, then S is infinite, which is our statement P. So, negation Q implies negation P is nothing but statement B. So, actually both these statements are equivalent. A and B are equivalent. സോ നമുക്കിത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൊന്ന് പ്രൂവ് ചെയ്താൽ അത് മറ്റേതിൻ്റെയും കൂടി പ്രൂഫാണ്. അപ്പോൾ നമ്മളിതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രൂവ് ചെയ്യാൻ പോണത്. അത് തന്നെയാണ് രണ്ടാമത്തേതിൻ്റെയും പ്രൂഫ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തേതിൻ്റെ കോൺട്രാപോസിറ്റീവ് ആയതുകൊണ്ട്. സോ ഞാനിതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുകയാണ്. പ്രൂഫിലേക്ക് കടക്കാനായിട്ട് ആദ്യം ഞാൻ എടുക്കുകയാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്നാണ്. അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് ഫൈ ആണെന്ന് വിചാരിക്കുക. ഫൈ ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇഫ് ടി ഈസ് ഈക്വൽ ടു ഫൈ, then nothing to prove, because from the definition itself an empty set is finite. So if t is equal to 5, then the proof is over. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. പക്ഷേ ടി ഫൈ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അത് എം ടി സെറ്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. സോ ഇനി ഞാൻ എടുക്കുകയാണ് ലെറ്റ് ടി നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ ടി ഈക്വൽ ടു 5 എന്നുള്ള കേസിൽ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. അത് ഓൾറെഡി ട്രിവിയലാണ്. നമ്മൾ ടി നോൺ എം ടി ആണെന്ന് എടുക്കും. ടി നോൺ എം ടി ആണെങ്കിൽ എസ് ഫൈനൈറ്റ് ആണെങ്കിൽ ടിയും ഫൈനൈറ്റ് ആണ് എന്നാണ് ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ഐഡിയ ആണ്.
മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ഐഡിയ യൂസ് ചെയ്യാൻ ഫസ്റ്റ് ഐ ഷുഡ് ഹാവ് എ പി ഓഫ് എൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. സോ ദാറ്റ് ഐ എം ടേക്കിംഗ് പി ഓഫ് എൻ ആസ് ഇഫ് S is a set with n elements, then any subset of S is finite. This is my P of n. So എസ് എന്നുള്ളത് n എലമെൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സെറ്റുകളും ഫൈനൈറ്റ് ആയിരിക്കും എന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പി ഓഫ് വൺ ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ടി നോട്ട് ഈക്വൽ ടു 5. ഓക്കെ, ഇനി എം ടി സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യില്ല. ത്രൂ ഔട്ട് ദ പ്രൂഫ് ഞാൻ നോൺ എം ടി ആയിട്ടുള്ള സബ്സെറ്റുകൾ മാത്രമാണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് വൺ ഇസ് ട്രൂ. അപ്പോൾ ഞാൻ അതിനെടുക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുന്നത് എസ് കണ്ടെയ്ൻസ് വൺ എലമെൻ്റ് എന്നുള്ളതിന് പകരമാണ് കേട്ടോ. ഇത് എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, വിശദമായിട്ട് എഴുതണം. ലെറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ഇസ് ഈക്വൽ ടു 1. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ആൻഡ് ടി നോട്ട് ഈക്വൽ ടു 5. ഒരു എലമെൻ്റുള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് 2n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക, 2n സബ്സെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ 1 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിന് 2^1, അതായത് ആകെ 2 സബ്സെറ്റുകളേ ഉള്ളൂ. അതിലൊന്ന് എം ടി സെറ്റാണ്. പക്ഷെ ഇവിടെ നമ്മൾ ടി നോട്ട് ഈക്വൽ ടു 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നെന്ന് പറയുന്നത് ആ സെറ്റ് തന്നെയാണ്. സോ ദിസ് ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു എസ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ഇസ് ഈക്വൽ ടു 1, ടി സബ്സെറ്റ് ഓഫ് എസ് ആൻഡ് ടി നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ ടി ഈസ് എസ് ഇറ്റ്സെൽഫ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് എസ്സിൽ ഒരു എലമെൻ്റ് ആണുള്ളതെന്ന്. അപ്പോൾ ടിയിലും എത്ര എലമെൻ്റ് ആണുള്ളത്? So this implies number of elements in T is also equal to 1. Okay, ഒരു സെറ്റിൽ n elements ആണുള്ളതെങ്കിൽ for some n element of natural numbers we know that it is a finite set. ഇവിടെ ടിയിൽ 1 element ആണുള്ളത്. So this means T is finite. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P of 1 is true. പി ഓഫ് 1 ശരിയാണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പി ഓഫ് കെ ഈസ് ട്രൂ. സോ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് വെച്ചാൽ എന്താണ്? പി ഓഫ് കെ ട്രൂ ആണ് എന്ന് വെച്ചാൽ ഇഫ് എസ് ഈസ് എ സെറ്റ്, എസ് എന്ന് പറയുന്നത് വെറും ഒരു പേരാണ്. ആദ്യമേ തന്നെ നമുക്ക് വേണമെങ്കിൽ എനോ ബിനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. എസ് ഈസ് എ സെറ്റ് വിത്ത് കെ എലമെൻറ്റ്സ് then any subset of S is finite. I am assuming this. അപ്പോൾ k എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് എടുത്താൽ, ഏത് സെറ്റ്, എസ് എന്നുള്ളത് വേറൊരു പേരാണ് കേട്ടോ. സോ k എലമെൻറ്റ്സ് ഉള്ള ഏത് സെറ്റ് എടുത്താലും അതിൻ്റെ എല്ലാ സബ്സെറ്റുകളും ഫൈനൈറ്റ് ആണ് എന്നാണ് നമ്മൾ പി ഓഫ് കെ ട്രൂ ആണെന്നുള്ളത് കൊണ്ട് അസ്യൂം ചെയ്തിരിക്കണം. വി ഹാവ് ടു പ്രൂവ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിനിപ്പോൾ ഞാൻ എടുത്തിരിക്കുകയാണ് ലെറ്റ് എസ് ബി എ സെറ്റ് വിത്ത് കെ പ്ലസ് 1 എലമെൻറ്റ്സ്. എസ്സിൽ കെ പ്ലസ് 1 എലമെൻറ്റ്സ് ആണുള്ളത് എന്ന് ഞാൻ എടുത്തു. കെ പ്ലസ് 1 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് എപ്പോഴാണ് പറയുക? ദർ ഈസ് എ ബൈജക്ഷൻ ഫ്രം 1 to etc. k plus 1 to s. So this implies
there exists a bijection. ആ ബൈജക്ഷനെ ഞാൻ എഫ് എന്ന് വിളിക്കുകയാണ്. ഫ്രം 1 to etc k plus 1 to s. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എസ് ആസ് സെറ്റ് എഫ് ഓഫ് 1, എഫ് ഓഫ് 2 എക്സെട്ര എഫ് ഓഫ് കെ പ്ലസ് 1 എന്ന് എനിക്ക് എസ് എന്ന് പറയുന്ന സെറ്റിനെ എഴുതാൻ പറ്റും. Now I am taking T as a subset of S. T subset of S ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, T is finite. So T subset of S ആണെങ്കിൽ we have two possibilities. അതായത് നമ്മളിതിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കാം. Say I am taking f of k plus 1. ഈ f of k plus 1 Tയിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട് അല്ലേ? സോ ഏതർ നമുക്ക് രണ്ട് കേസ് വരികയാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എഫ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഇൻ ടി ഓർ ഇറ്റ് ഇസ് നോട്ട് ഇൻ ടി, ആൻഡ് ദ സെക്കൻഡ് കേസ് ഇസ് എഫ് ഓഫ് കെ പ്ലസ് 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ടി. സോ വി ഹാവ് ടു കേസസ്. ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. എസ്സിലുള്ള ഒരു എലമെൻ്റാണ് എഫ് ഓഫ് കെ പ്ലസ് 1. ഇത് ടിയിൽ ഉണ്ടാവാതിരിക്കാം, ടിയിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. സപ്പോസ് f of k plus 1 is not an element of T. f of k plus 1 is not an element of T എന്ന് ഞാൻ എടുക്കുന്നു. ഇത് ടിയിലില്ല. ഓക്കെ, ഇതാണ് എസ്. ഈ എസ്സിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇതിലെ ലാസ്റ്റ് എലമെൻ്റ് ആണ് നമ്മുടെ എഫ് ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത്. ടി സബ്സെറ്റ് ഓഫ് എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ എസ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ടി ഉള്ളത്. ടിയിൽ എഫ് ഓഫ് കെ പ്ലസ് 1 ഇല്ലെങ്കിൽ എഫ് ഓഫ് കെ പ്ലസ് 1 ടിയിൽ ഇല്ലെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് മൈനസ് സിംഗിൾട്ടൺ സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് 1. എന്തായാലും എഫ് ഓഫ് കെ പ്ലസ് 1 ടിയിലില്ല. അപ്പോൾ ടി എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കുക. എസ് എന്ന് പറഞ്ഞാൽ ആരാ? എഫ് ഓഫ് 1, എഫ് ഓഫ് 2 എക്സെട്ര എഫ് ഓഫ് കെ പ്ലസ് 1 ആണ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് ടി. പക്ഷെ അതിലെ ലാസ്റ്റ് എലമെൻറ്റ് ടിയിലില്ല. അപ്പോൾ പിന്നെ ടിയിൽ ആരാ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? എഫ് ഓഫ് 1, എഫ് ഓഫ് 2 തുടങ്ങി എഫ് ഓഫ് കെ വരെയുള്ളവർ ടിയിൽ ഉണ്ടാവാം. സോ ഐ ക്യാൻ സേ ദാറ്റ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് 1, f of 2 etc f of k. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? എസ് മൈനസ് എഫ് ഓഫ് കെ പ്ലസ് 1 എന്ന് എഴുതുന്നത്. ഓക്കെ, സോ ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് മൈനസ് സിംഗിൾട്ടൺ സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് 1. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറം പഠിച്ചു. എയിൽ എം എലമെൻറ്റ്സ് ആണ്. എയുടെ സബ്സെറ്റാണ് സി. സി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ മൈനസ് സി ഈസ് എം മൈനസ് 1. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചു. ഇവിടെ എസ്സിൽ കെ പ്ലസ് 1 എലമെൻറ്റ്സ് ആണുള്ളത്. ഇതൊരു സിംഗിൾട്ടൺ സെറ്റ്, ഒരു എലമെൻ്റ് ഉള്ള സെറ്റാണ്. അപ്പോൾ എസ് മൈനസ് എഫ് ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്ന സെറ്റ്, ഞാൻ അതിനെ S1 എന്ന് വിളിക്കാം. അതിൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഇവിടെ കെ പ്ലസ് 1 എലമെൻറ്റ്സ്, അതിൽ നിന്ന് ഒരു എലമെൻറ്റ് പോയി. സോ വി ഹാവ് ദാറ്റ് സെറ്റ് കണ്ടെയ്ൻസ് k elements. So let I am taking S1 is equal to S minus f of k plus 1. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ കാര്യത്തിനെ ഇങ്ങനെ എഴുതാം, T subset of S1 and S1 is a set with k elements. What is P of k? P of k implies any set with k. If we have a set with k elements, every subset of that set is finite. It
അപ്പോൾ ഇവിടെ ടി എന്ന് പറയുന്നത് കെ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ പി ഓഫ് കെ പ്രകാരം നമുക്ക് പറയാം ടി ഈസ് ഫൈനൈറ്റ്. ഓക്കെ, പി ഓഫ് കെ ഇംപ്ലൈസ് ടി ഈസ് ഫൈനൈറ്റ്. അപ്പോൾ എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിലില്ലാത്ത കേസിൽ, എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിലില്ലെങ്കിൽ വി ഹാവ് ഡൺ ദ പ്രൂഫ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിലുണ്ട്, ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? സോ നമുക്ക് നോക്കാം. ഇഫ് എഫ് ഓഫ് കെ പ്ലസ് വൺ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ടി, ഇത് ടിയിലുണ്ട്. അപ്പം ഞാൻ ടി വൺ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഈ ടി വൺ എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയിൽ നിന്ന് ഈ എഫ് ഓഫ് കെ പ്ലസ് വണ്ണിനെ ഞാൻ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ടി വണ്ണിൽ ആരില്ല? എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഈ ടി വൺ നേരത്തെ ഉണ്ടാക്കിയ എസ് വൺ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടല്ലോ, എസ് മൈനസ് ദിസ് തിങ്, എസ് മൈനസ് എഫ് ഓഫ് കെ പ്ലസ് വൺ ഇവിടെ. അപ്പോൾ ഈ സെറ്റിലും എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല, ടി വണ്ണിലും എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ടി വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് വൺ. Again, number of elements in S1 എന്ന് പറയുന്നത് k ആണ്. T1 is a subset of a set with k elements. So വീണ്ടും നമുക്ക് P of k പ്രകാരം എന്ത് പറയാൻ പറ്റും? P of k അനുസരിച്ച് നമുക്ക് പറയാം T1 is finite because it is a subset of a set with the k elements. So T1 is finite. അപ്പോൾ T1 finite ആണെന്ന് കിട്ടി. ഇനി T എന്ന് പറഞ്ഞാൽ ആരാ? T1 നമ്മൾ ഉണ്ടാക്കിയത് ടിയിൽ നിന്ന് ഒരു എലമെൻറ്റിനെ മാത്രം റിമൂവ് ചെയ്തിട്ടാണ്. സോ വീണ്ടും എനിക്ക് T1ൻ്റെ കൂടെ ആ റിമൂവ് ചെയ്ത എലമെൻറ്റ്, അതായത് എഫ് ഓഫ് കെ പ്ലസ് വണ്ണിനെ ആഡ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് ടി. സോ T1 ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. എഫ് ഓഫ് കെ പ്ലസ് വണ്ണും ഒരു എലമെൻ്റ് ഉള്ള സെറ്റ് ആയതുകൊണ്ട് അതും ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, ആൻഡ് T1 ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് കെ പ്ലസ് വൺ, സിംഗിൾട്ടൺ സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എം ടി. ബിക്കോസ് T1ൽ എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല, ഇവിടെ എഫ് ഓഫ് കെ പ്ലസ് വൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറത്തിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇസ് ഈക്വൽ ടു എം, അതായത് എ ഒരു ഫൈനൈറ്റ് സെറ്റ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ഇസ് ഈക്വൽ ടു എൻ, എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എം പ്ലസ് എൻ ആയിരിക്കും. ഇതാണ് നമ്മൾ തിയറത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്തിൽ പഠിച്ച ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്. ഇത് ഇത്രയും ഉദ്ദേശിച്ചാൽ മതി. രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് സെറ്റുകളുടെ യൂണിയൻ വീണ്ടും ഫൈനൈറ്റ് ആയിരിക്കും. ഇവിടെ T1ഉം ഫൈനൈറ്റ് ആണ്, ഇതും ഫൈനൈറ്റ് ആണ്. ദർഫോർ T മസ്റ്റ് ബി ഫൈനൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും ഈ കേസിലും നമ്മൾ പ്രൂഫ് ചെയ്തു. സോ T സബ്സെറ്റ് ഓഫ് എസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ശരിയായിരിക്കും. ഈ രണ്ട് കേസിലും നമ്മൾ T ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ if P of k is true, then P of k plus 1 is also true. P of k true ആണെങ്കിൽ P of k plus 1ഉം true ആണ്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? P of n is true for all n element of natural numbers. അതായതോ this is by mathematical induction. ഇവിടെ എന്താണ് P of n എന്ന് പറഞ്ഞാൽ? I have taken P of n as a set with, if S is a set with n elements, any subset of S is finite. So ഇവിടെ നമുക്ക് പറയാം
subset of a finite set is finite. This is what we have to prove in statement A of the theorem. Now, in statement B, എങ്ങനെ prove ചെയ്യുന്നത്? This is the contrapositive of A. So, A true ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബിയും ട്രൂ ആയേ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. സോ പ്രൂഫ് നിങ്ങളൊന്നും കൂടി നന്നായിട്ട്